എടാ വാസു, മോക്കടെ കല്യാണമാ, പന്തൽ ഉഗ്രനായിരിക്കണം. ഇതുപോലൊരു പന്തല് ആരും കണ്ടിട്ടുണ്ടാവാൻ പാടില്ല, ഇനിയൊട്ട് കാണാനും പാടില്ല. പന്തല് നമ്മുടെ വീട്ടിലല്ല. അറിയാം, കൊട്ടാരം വീട്ടിലല്ലേ. ചെറിയ മുതലാളി എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ആഹാ, അവനെ ഏൽപ്പിച്ചും കഴിഞ്ഞ. ആ പിന്നെ പന്തലിന് മുമ്പിൽ വെക്കണ ഒരു സാധനമുണ്ടല്ലോ, എന്താണത്? ചീനവേലി. എന്ത് വയ്യാവേലിയെങ്കിലും ആവട്ടെ, നല്ല നിറത്തില് വേണം. എന്നാ ചോരക്കളറാക്കിയാലോ? ചോരക്കളമാവാതിരുന്നാ മതിയായിരുന്നു. എന്താ? അല്ല, ചോരക്കളർ നല്ലതാന്ന് പറയായിരുന്നു, സന്ദർഭത്തിന് ചേരും. ഇനിയൊന്നും പറയണല്ല, എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്കണം. എനിക്ക് ആകെയുള്ള ഒരു മോള. അല്ല, മുതലാളിയുടെ മോളുടെ ആണോ കല്യാണം? അപ്പൊ നിനക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അല്ല, ചെറിയ മുതലാളി പറഞ്ഞു ചെറിയ മുതലാളിക്കും ഒറ്റ മോള. അത് പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ അറിഞ്ഞൂടെ? രണ്ടുപേർക്ക് ഓരോ മക്കളുള്ള ഒന്ന് പന്തലിടാൻ പറഞ്ഞ പന്തലിടുക, ആവശ്യത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം. വോട്ട് സാരമില്ല, വണ്ടി പ്രസിലേക്ക് വിടറാ. അടിയന്തരത്തിന് പറ്റിയ പന്തലുണ്ടാവുക ഉണ്ട്, ഒരെണ്ണം വേണ്ടി വരും. പോവാം. എടോ, അനിയമ്പാവയുടെ മകൾക്ക് കല്യാണമാ. കല്യാണക്കുറിയുടെ വർക്ക് നമുക്കാ. ഓളടിച്ചല്ലോ. ചെറുക്കനെവിടുന്നാ? പ്രേമേന്ദ്രൻ പേര്. കൊട്ടാരം വീട്ടിലെ ആണത്രേ. കൊട്ടാരം വീട്ടുകാരുമായി അനിയമ്പാവയുടെ മകൾക്ക് സംബന്ധം? എന്താ അസംബന്ധമാണ് ഈ പറയുന്നത്? ശരിയാടോ, ഇതിപ്പോ അനിയമ്പാവ നേരിട്ട് വന്ന് പറഞ്ഞതാ. കേട്ടിട്ട് തന്നെ എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നു. എങ്കിൽ അതൊരു കാഴ്ച തന്നെ ആയിരിക്കും. ചേട്ടൻ വന്നിരിക്കുന്നു. എന്റെ അമ്മച്ചി, ഒരുത്തൻ വന്ന് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ പോയതുള്ളൂ, അപ്പോഴേക്കും അടുത്തവൻ ചോദിക്കാൻ എത്തിയോ? മുതലാളി, പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ചെറിയ മുതലാളി വന്നു പോയിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ. അവൻ ഇവിടെയും വന്നാ അവന്റെ ഒരു കാര്യം. ചെറിയ മുതലാളി കാർഡിന്റെ സാമ്പിൾസ് കൊണ്ടുപോയിണ്ട്. അതെന്താടാ സാമ്പിൾസ്? സാമ്പിള്. ഇനി തീയതി മുഹൂർത്തം മാത്രം അറിയിച്ചാ മതി, അടുത്ത നിമിഷം അടി തുടങ്ങാം. തീയതി മുഹൂർത്തം അറിയണമെന്നില്ല, അതിനു മുമ്പേ അടി തുടങ്ങും. എന്താ പറഞ്ഞേ? അല്ല, അടി ഇത്തിരി നേരത്തെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാ. അതിങ്ങെടുത്തേ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ചേച്ചിക്ക് സെലക്ട് ചെയ്യാനേ അറിയില്ല. എന്നാലേ വേറൊരെണ്ണം കാണിച്ചു തരാം. വന്ന എങ്ങനെയുണ്ട് ചേട്ടാ? വാത് വെച്ച് ഒരുക്കം കൂട്ടാൻ പോയിട്ട്. ഞാൻ തോറ്റെന്ന് കൂട്ടണ്ട, ഞാനും ചിലതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നിന്നെ തോപ്പിക്കാൻ പറ്റുമോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. നടന്നത് തന്നെ. ഇത് കൊള്ളാം. അയ്യേ, ഇതൊരുമാതിരി പഴഞ്ച സ്റ്റൈലാ. ഇത് മതി. പഴഞ്ചനാണേലും സാരമില്ല, എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. കല്യാണ പെണ്ണിന്റെ ഇഷ്ടത്തിനല്ലേ എടുക്കേണ്ടത്. എടീ, എന്റെ കല്യാണക്കുറി ചേട്ടന്റെ ഇഷ്ടത്തിനാണ് എടുത്തത്, ചേട്ടന്റെ കല്യാണക്കുറി എന്റെ ഇഷ്ടത്തിനും. അതുപോലെ ഇവിടെ കല്യാണക്കുറി അവളും, അവിടെ കല്യാണക്കുറി ഇവളും എടുക്കട്ടെ. അതൊക്കെ പണ്ടല്ലേടാ. ഇപ്പോഴത്തെ പിള്ളേരെ അവരുടെ ഇഷ്ടത്തിന് വിടുന്നതാ നല്ലത്. എല്ലാം കല്യാണ പെണ്ണിന്റെയും ചെറുക്കന്റെയും ഇഷ്ടം പോലെ നടക്കട്ടെ. പ്രേമചന്ദ്ര, സാമ്പിൾ വാങ്ങി നോക്കടാ. ഇങ്ങോട്ട് തന്നെ. സംഗതി ഒരാളുടെ കല്യാണത്തിന് അയാളുടെ ഇഷ്ടം നോക്കണമെങ്കിലും മറ്റാളുടെ ഇഷ്ടം നോക്കിയില്ലെങ്കിലും ഒരു പ്രയാസാവാതിരിക്കാൻ നോക്കിച്ചു എന്ന് വെച്ച് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിലേ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനും തരുള്ളൂ. ചേട്ടന്റെ ഓരോ തമാശ. അങ്ങനെ നോക്കുമ്പോ എങ്ങനെ നോക്കിയാലും രണ്ടിലും അടിക്കേണ്ടി വരും. അതെന്തിനാടോ? ഒരു തർക്കം ഒഴിവാക്കാൻ. ശരിയാ, ഒരു തർക്കം വേണ്ട, രണ്ടിലും അടിച്ചോട്ടെ. താനിതിൽ ഏത് പേര് അടിക്കാൻ പോണത്? അമ്മൂന്നോ അതോ മാളൂന്നോ? രണ്ടും കൂടി ചേർത്ത് അമ്മാളൂന്ന് അടിക്കാൻ മതി. എന്റെ പേരിന്റെ കൂടെ അമ്മൂന്നല്ലാതെ വേറെ ഒരു പേരും കണ്ടുപോരുത്. കണ്ടന്റെ സ്വഭാവം പറഞ്ഞേക്കാം. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. താൻ തന്നെ പറ. താനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും താൻ തന്നെ പറഞ്ഞു തന്നോണം. ഇനി ഒരാൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും. മാളൂന്. നീ മാളൂന്റെ അടുത്ത് ചെന്ന് അതിന്റെ ഒരു മട്ടുമാതിരിക്കൊക്കെ നിന്ന് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ നിന്റെ മിടുക്ക്.
മാളു മ്യാവൂ, 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 മ്യാ. പതുങ്ങി പതുങ്ങി വരുന്നത് ഞാൻ കണ്ടു. അടവൊക്കെ കയ്യിലിരുന്നോട്ടെ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ വരുന്ന അച്ഛൻ കാണണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട്. പൊയ്ക്കോ. അതല്ല, വേറൊരു കാര്യം പറ്റാ. ഛേ, ഒന്നും പറയാനും പറ്റില്ല. അയ്യോ. എന്തായി? കൊളമായി. എങ്ങനെ കൊളായി? അവളെന്നെ മൂക്കെ കയറി പിടിച്ചു. മൂക്കെ കയറി പിടിച്ച മൂക്കളല്ലേ വരൂ, കൊളാവൂ. ഓ, അവളുടെ അച്ഛൻ കണ്ടെന്ന്. അതെ, മുറിക്കകത്ത് കയറിയപ്പോ അമ്മയും കണ്ടു. അപ്പൊ ബന്ധം ഒന്നും കൂടി ദൃഢമാക്കിന്ന് പറ. ഇനി അവളെ ഇഷ്ടമല്ലാന്നെങ്ങാ നീ ചെന്ന് പറഞ്ഞ ആ ശേഷക്രിയക്ക് എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു. പിള്ളച്ചേട്ടാ, നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണല്ലോ. സത്യമായിട്ടും സത്യമാ. ഞങ്ങളുടെ ഈ 4 കാതും കൊണ്ട് കേട്ടതാ. അത് തെളിയിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അത് ശരിയാക്കാം. ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാടാ ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നത്. ഇനി തെളിയിക്കാനുള്ളതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം. രണ്ടാളും ഞങ്ങളോടൊപ്പം നിന്നോണം. നിൽക്കും, എന്തിനും കൂടെ നിൽക്കും. അമ്മുവിനെ വേറെ ഒരുത്തരും കൊണ്ടുപോകാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. അമ്മു നിനക്കുള്ളതാടാ, നിനക്ക് മാത്രം. നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരാം. അത് മതി.